എല്ലാവർക്കും നമസ്കാരം. ആർണോൾഡ് ഷ്വാസ്നഗർ ജീവിത വിജയത്തിൻ്റെ പര്യായം. ചാപ്റ്റർ 3 ടാങ്ക് ഡ്രൈവർ. 17-ാമത്തെ വയസ്സിൽ VHSC പഠനം അവസാനിച്ചു. ഇനി എന്ത് എന്നുള്ള ഒരു ചിന്ത, ഒരു വലിയ ലക്ഷ്യം മുന്നിലുണ്ട്. അതിലേക്ക് എത്താനുള്ള മാർഗം കാണണമല്ലോ. അതായത് ആ നാട്ടിൽ ആരോഗ്യമുള്ള എല്ലാ ചെറുപ്പക്കാർക്കും 17 വയസ്സ് കഴിഞ്ഞാൽ മിലിറ്ററി ട്രെയിനിങ് കമ്പൽസറിയാണ്. ആരോഗ്യമില്ലാത്തവരെ ഒഴിവാക്കും. അതുകൊണ്ട് പല മെച്ചങ്ങളുണ്ട്. ഒന്ന്, ജീവിതത്തിന് ഒരു ഡിസിപ്ലിൻ വരും. മിലിറ്ററി ട്രെയിനിങ് പൂർത്തിയാക്കിയാൽ ഉടനെ പാസ്പോർട്ട് കിട്ടും. അവർക്ക് പിന്നെ ബാക്കി റിസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. വേറെ ക്ലിയറൻസോ ചെക്കിങ്ങോ അങ്ങനെ ആവുന്നില്ല. മിലിറ്ററി ട്രെയിനിങ് കഴിഞ്ഞാൽ ഉടനെ പാസ്പോർട്ട് കിട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള സിറ്റി, അതായത് ഗ്രാസിൽ ഒരു മിലിറ്ററി യൂണിറ്റ് ഉണ്ട്. അവിടെ പ്രധാനമായിട്ടും ടാങ്ക് യൂണിറ്റാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ചിന്തിക്കുന്നു അത് തന്നെയാണ്. കാരണം എപ്പോഴും ഉന്നതിയിലോട്ടാണല്ലോ ചിന്തിക്കുക. മിലിറ്ററിയിൽ ചേർന്നാൽ പിന്നെ ഒരു ടാങ്ക് ഡ്രൈവർ തന്നെ. കാരണം ടാങ്ക് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു വാഹനമാണ്. സോ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു മനുഷ്യൻ അത്തരം ഒരു വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്നു. ടാങ്ക് ഡ്രൈവർ ഈ ഗ്രാസ് യൂണിറ്റിൽ തന്നെ കിട്ടണം. മറ്റു വല്ല സ്ഥലങ്ങളിലും കിട്ടിയാൽ അവിടെ ടാങ്ക് യൂണിറ്റ് അല്ല, അവിടെ പിന്നെ വല്ല കാലാൾ പട്ടാളമായിട്ടോ അല്ലെങ്കിൽ സാധാരണ ഈ റൈഫിൾ ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ അവിടെ അദ്ദേഹത്തിന് ഒരു മെച്ചം കിട്ടിയതെന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ പണ്ട് 2-ാം ലോക മഹായുദ്ധത്തെ കാലത്ത് യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ഇപ്പോൾ ഈ ഗ്രാസ് യൂണിറ്റിൻ്റെ കമാൻഡർ. അപ്പോൾ അച്ഛൻ അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചു. അവിടെ തന്നെ അപ്പോയിൻമെൻറ്റ് കൊടുക്കാമെന്ന് തീരുമാനമാക്കി. ഒപ്പം ടാങ്ക് ഡ്രൈവറായിട്ട് തന്നെ അപ്പോയിൻമെൻറ്റ് കൊടുക്കാം എന്നും തീരുമാനമാക്കി. അദ്ദേഹത്തിന് ചില സ്പെഷ്യൽ പെർമിഷൻസും കിട്ടി. ഒന്ന്, ആ പട്ടാള യൂണിറ്റിൽ തന്നെ വെയ്റ്റ് ട്രെയിനിങ് തുടങ്ങാനുള്ള അനുവാദം കിട്ടി. അപ്പോൾ അവിടെ വെയ്റ്റുകളും ബാറും ഡമ്പലും എല്ലാം കൊണ്ടുവച്ച് ഫ്രീ ടൈമിൽ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യാം. പിന്നീടുണ്ടായ ഒരു മെച്ചം, നല്ല ഭക്ഷണം, എല്ലാ നേരത്തും മാംസാഹാരം കിട്ടും. കാരണം ഈ വെയ്റ്റ് ട്രെയിനിങ്ങിന് അത് വളരെ അത്യാവശ്യമാണ്. ശരീരത്തിന് നല്ല പ്രോട്ടീൻ കിട്ടിയാൽ മാത്രമേ ഈ വെയ്റ്റ് ട്രെയിൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ശരീരം ഡെവലപ്പ് ആവുകയുള്ളൂ. അല്ലാതെ വെറുതെ വെയിറ്റ് മാത്രം എടുത്ത് പൊക്കിയതുകൊണ്ടായില്ല. ഈ ടാങ്ക് ഡ്രൈവറായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതിന് മുമ്പ് ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, മിലിറ്ററിയുടെ ബേസിക് ട്രെയിനിങ്, അതെല്ലാവർക്കും മസ്റ്റാണ്. മിലിറ്ററിയുടെ ബേസിക് ട്രെയിനിങ് കഴിഞ്ഞാൽ മറ്റ് വാഹനങ്ങളിലെല്ലാം എക്സ്പെർട്ട് ആവണം. 2 വീലർ മുതൽ ഹെവി വെഹിക്കിൾസ് വരെ. 2 വീലർ, അത് കഴിഞ്ഞ് ലൈറ്റ്, അതായത് കാറ് പോലുള്ള വാഹനങ്ങൾ, ട്രക്ക് പോലുള്ള വാഹനങ്ങൾ, പിന്നെ ട്രെയിലർ വാഹനങ്ങൾ, ഇതെല്ലാം ഓടിച്ച് പരിശീലനം കിട്ടിയതിന് ശേഷം മാത്രമേ ടാങ്ക് ഓടിക്കാനുള്ള പരിശീലനം കൊടുക്കുകയുള്ളൂ. ഇതൊക്കെ ശരിക്കും പുറത്ത് ചെയ്യുകയാണെങ്കിൽ അവിടെ അന്ന് ആയിരക്കണക്കിന് ഷില്ലിങ്സ്, അവരുടെ കറൻസി, ഇന്ന് യൂറോ ആണ്, അന്ന് ഷില്ലിങ്സ് ചിലവ് വരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് സാധാരണക്കാർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. എന്തായാലും മിലിറ്ററിയിൽ ചേർന്നവിടെ ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ ബേസിക് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ഇവർക്ക് ഗ്ലാസ് സിറ്റി വിട്ട് പോകാനുള്ള അനുവാദമില്ല. ഡെയിലി ട്രെയിനിങ്ങിൽ പങ്കെടുക്കണം. അതല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും അത്യാഹിതമോ അല്ലെങ്കിൽ ഈ ട്രെയിനിക്ക് അത്രയും വലിയ അസുഖങ്ങളോ ഉണ്ട് എന്നുള്ള ഒരു ധാരണ അവിടെ വരണം. അല്ലാത്തിടത്തോളം കാലം ഡെയിലി ട്രെയിനിങ്ങിൽ പങ്കെടുത്തേ പറ്റൂ. ഈ VHSC പഠനകാലത്തിനിടയിൽ ഇദ്ദേഹം ഒരുപാട് ടൈറ്റിൽസ് നേടിയിരുന്നു. ആദ്യമായിട്ട് അവിടെ ഓസ്ട്രിയയിൽ നടന്ന ഒരു പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യനായി. വളരെ ചെറിയ പ്രായത്തിലാണ്, ആലോചിക്കണം. 17 വയസ്സാവുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഒരു രാജ്യത്തിൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ. പിന്നെ മിസ്റ്റർ ഓസ്ട്രിയ കോമ്പറ്റീഷനിൽ 3-ാം സ്ഥാനം. അദ്ദേഹത്തിൻ്റെ ആരാധ്യ പുരുഷനായിരുന്ന, അദ്ദേഹത്തിൻ്റെ ആ കൗമാര കാലഘട്ടത്തിലെ മിസ്റ്റർ ഓസ്ട്രിയ ആയിരുന്ന കർട്ട് മാർണലിനൊപ്പം മത്സരിച്ച് 3-ാം സ്ഥാനം എത്തി. ഇതുകൂടാതെ പല ലോക്കൽ മത്സരങ്ങളിലും, അതായത് ബോഡി ബിൽഡിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, പവർ ലിഫ്റ്റിംഗ്, ഇതിലെല്ലാം അദ്ദേഹം ചാമ്പ്യനായി. അങ്ങനെ 17-ാമത്തെ വയസ്സിൽ തന്നെ അവിടെ പല പത്രങ്ങളും എഴുതാൻ തുടങ്ങി. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ആർണോൾഡ് ഷ്വാസ്നഗറുടെ യുഗമാണ്. ഒരു ഷ്വാസ്നഗർ യുഗം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള പത്രവാർത്തകൾ ആ സമയത്ത് വരാൻ തുടങ്ങി.
ഒപ്പം തന്നെ മിസ്റ്റർ ജൂനിയർ യൂറോപ്പ് എന്ന ഒരു ചാമ്പ്യൻഷിപ്പിന് അദ്ദേഹത്തിന് ക്ഷണമുണ്ട്. അത് നടക്കുന്നത് പക്ഷേ ഏകദേശം 1200 കിലോമീറ്റർ അപ്പുറത്ത് ജർമ്മനിയിൽ സ്റ്റഡ്ഗർട്ട് എന്ന പട്ടണത്തിലാണ്. പോണെങ്കിൽ പ്രശ്നം ഇതാണ്, മിലിറ്ററി ക്യാമ്പിൽ വിടാൻ പറ്റില്ല. പലരുടെയും കൈയും കാലും ഒക്കെ പിടിച്ചു നോക്കി, ഒരു രക്ഷയില്ല. രണ്ടും കൽപ്പിച്ച് ഒരു ദിവസം അങ്ങ് വിട്ടു. ചാമ്പ്യൻഷിപ്പിൻ്റെ തലേ ദിവസം വൈകുന്നേരം ട്രെയിനിങ് കഴിഞ്ഞതും പുറത്തിറങ്ങി നേരെ ട്രെയിൻ കയറി ടിക്കറ്റിലേക്ക് പോയി. പിറ്റേ ദിവസം കോമ്പറ്റീഷൻ. ആ കോമ്പറ്റീഷനിൽ ആ ചെറുപ്രായത്തിൽ മിസ്റ്റർ ജൂനിയർ യൂറോപ്പ് എന്നുള്ള ടൈറ്റിൽ കിട്ടി. അടുത്ത ദിവസം തിരിച്ച് ക്യാമ്പിലെത്തി. അപ്പോൾ ഒരു ദിവസം ആബ്സെൻ്റ് ആണ്, പ്രത്യേകിച്ച് കാരണമൊന്നും കാണിക്കാതെ ഒരു ദിവസം ആബ്സെൻ്റ് ആയിരിക്കുന്നു. അതിനവിടെ ഒരു തടവ് ശിക്ഷ കിട്ടി. അപ്പോൾ ഈ മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ ഒക്കെ ഒരു രീതി അതാണ്, കുറ്റം ചെയ്ത ശിക്ഷ. അതിന് പിന്നെ വേറെ എക്സ്ക്യൂസ് ഒന്നുമില്ല. എക്സ്ക്യൂസ് അവർ കേൾക്കുകയില്ല. നമ്മൾ ചിലപ്പോൾ നമ്മളെ ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കും, നടക്കില്ല. ഫസ്റ്റ് ഒബേ ദെൻ കംപ്ലൈൻറ്റ് എന്നാണല്ലോ മിലിറ്ററിയുടെ റൂൾ തന്നെ. അതുകൊണ്ട് തടവ് ശിക്ഷ കിട്ടിയത് തന്നെയാണ്. അദ്ദേഹത്തെ ഒരു റൂമിൽ ഇട്ടടച്ചു. പക്ഷേ അവിടെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് അന്നത്തെ പത്രമൊക്കെ വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇദ്ദേഹം പോയത് വെറുതെ അല്ല, ഇത്തരം വലിയൊരു ടൈറ്റിലൊക്കെ നേടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഏകദേശം ഉച്ചയോടെ അദ്ദേഹത്തെ ഫ്രീ ആക്കി ട്രെയിനിങ്ങിൽ പങ്കെടുപ്പിച്ചു. എന്നാലും ഒരു ലേശം ഒരു ചമ്മൽ, കാരണം ഒരു ശിക്ഷ അനുഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു ചമ്മൽ കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബേസിക് ട്രെയിനിങ്ങിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. അത് വളരെ വിജയകരമായി അദ്ദേഹം പൂർത്തിയാക്കി. പിന്നീട് മോട്ടോർ സൈക്കിൾ, അതും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആൾ എക്സ്പെർട്ടായി. അത് അദ്ദേഹത്തിൻ്റെ ഒരു പോളിസിയാണ്, എന്ത് തുടങ്ങിയാലും അതിൽ ഒന്നാമതാവണം, ഇടയിലുള്ള പരിപാടിയില്ല. ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അവിടെ അറ്റ് ദ ടോപ്പ് ലെവലിലെത്തിയിരിക്കണം. അങ്ങനെ മോട്ടോർ സൈക്കിൾ, ദെൻ കാറ് പോലുള്ള വാഹനങ്ങൾ, പിന്നെ ട്രക്ക് പോലുള്ള വാഹനങ്ങൾ. അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ രീതിയിലുള്ള ട്രക്കുകളല്ല, അത് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം. ഡബിൾ ക്ലച്ച്, നോൺ സിക്രോമെഷ് ഗിയർ ബോക്സ്, അങ്ങനെയുള്ള രീതിയിലുള്ള ട്രക്കുകളാണ് ആ കാലഘട്ടത്തിൽ. അതിൻ്റെ ഓരോ ഗിയർ ഷിഫ്റ്റിങ്ങും അല്പം ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഇന്നൊക്കെ നമ്മൾ ബസ്സും ട്രക്കും ഒക്കെ ഓടിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന പോലുള്ള രീതിയിലല്ല അന്നത്തെ രീതി. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും അദ്ദേഹം പഠിച്ചെടുത്തു. പിന്നീട് ട്രെയിലർ, അത് ഓടിക്കുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഗിയർ ഷിഫ്റ്റിങ്ങും ക്ലച്ച് ആപ്ലിക്കേഷൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കൂടാതെ ഇത് ഭയങ്കര നീളമാണല്ലോ. ഇത് തിരിക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ച് എല്ലാ സൈഡും നോക്കി, എന്നിട്ട് തന്നെ പലപ്പോഴും തട്ട് മുട്ടയൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതും വിജയകരമായിട്ട് പൂർത്തിയാക്കി. പിന്നീട് അദ്ദേഹം ടാങ്ക് ഡ്രൈവിങ്ങിൻ്റെ പരിശീലനത്തിലേക്ക് ജോയിൻ ചെയ്തു. അന്നത്തെ കാലത്തെ വളരെ പവർഫുള്ളായിട്ടുള്ള M7 പാറ്റൻ ടാങ്ക്, നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ പാറ്റൻ ടാങ്ക് എന്ന്. ആക്ച്വലി അത് US ആർമി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഡിസൈൻ ചെയ്ത ഒരു സംഭവമാണ്. അതിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ ഒരു US മിലിറ്ററി കമാൻഡറായിരുന്ന ജോർജ് S പാറ്റൻ എന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് ഈ ടാങ്കുകൾക്ക്, ഇന്നത്തെ ആധുനിക യുഗത്തിലുള്ള പല മിലിറ്ററി ടാങ്കുകൾക്കും പാറ്റൻ ടാങ്ക് എന്ന് പറയുന്നത്. അങ്ങനെ ടാങ്കിലെ പരിശീലനം ആരംഭിച്ചു. അപ്പോൾ ഈ ടാങ്ക് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മെഷീനാണ്. 800 bhp പവറുള്ള എൻജിൻ. ആലോചിച്ച് നോക്കണം, ഒരു ബസ്സിൻ്റെയും ട്രക്കിൻ്റെയൊക്കെ പവർ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് 100-120 bhp. ഇന്ന് കുറച്ചൊക്കെ കൂടി, എന്തായാലും 200-250, അതിനപ്പുറമൊന്നുമില്ല. ആ കാലഘട്ടത്തിലാണ് അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു വാഹനം. അത് പോകുന്ന വഴിയിലുള്ള തടസ്സങ്ങളൊന്നും പ്രശ്നമല്ല, അറിയാലോ. അതെല്ലാം അതിജീവിച്ചങ്ങ് പോകും. ഇതിൻ്റെ അകത്തിരിക്കുന്നവർക്ക് മനസ്സിലായി, ഇതെവിടെയെങ്കിലും ഇടിച്ചാൽ പോലും അറിയില്ല. ഈ ടാങ്ക് ഓടിക്കുന്ന ആൾ, അതൊന്നാമത് അയാൾക്ക് പുറത്തുള്ള കാഴ്ച കുറവാണ്. അത്രയും ചെറിയൊരു ഗ്ലാസ്സൊക്കെയാണുള്ളത്. കാരണം യുദ്ധത്തിന് നേരിട്ട് പങ്കിടുന്ന സാധനമാണല്ലോ. വിശാലമായ ഗ്ലാസും കാര്യങ്ങളൊന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഡ്രൈവിംഗ് എല്ലാം പഠിച്ചെടുത്തു. പിന്നെ ഓരോ ദിവസവും ഇവർക്ക് ഈ ടാങ്കും കൊണ്ട് ഓരോ ഭാഗത്തേക്ക് പോകണം. അത് എന്തെങ്കിലും ഒരു യുദ്ധം വരികയാണെങ്കിൽ ഉള്ള ഒരു പ്രാക്ടീസ് എന്നുള്ള നിലയ്ക്കാണ് ചെയ്യുന്നത്. ആക്ച്വലി അങ്ങനെ ഒരു യുദ്ധത്തിനെ നേരിടാൻ പറ്റിയ ഒരു ആർമി അല്ല അന്ന് ഓസ്ട്രിയയിലുള്ളത്. വളരെ ചെറിയൊരു ആർമി. ആക്ച്വലി അന്നത്തെ ഒരു പോളിസി എന്ന് വെച്ചാൽ ഒരു രാജ്യമല്ലേ, അപ്പോൾ ഒരു ആർമി വേണമല്ലോ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ആർമി.
അതുകൊണ്ട് തന്നെ ഈ പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ, ശരിക്കുള്ള യുദ്ധത്തിനൊന്നും നേരിടാനുള്ള കപ്പാസിറ്റി ഒന്നില്ല. ഈ രാത്രി സമയത്ത് പലപ്പോഴും കാട്ടിൻ്റെ അകത്തൊക്കെ ഹോൾട്ട് ചെയ്യേണ്ടി വരും. ആ സമയത്ത് അദ്ദേഹം ടാങ്കിൻ്റെ ടൂൾ ബോക്സിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വെയിറ്റ് ട്രെയിനിങ്ങിനുള്ള വെയിറ്റും ബാറും എല്ലാം വെച്ചിട്ടുണ്ടാവും. എവിടെ ഹോൾട്ട് ചെയ്യുന്നോ അവിടെ 1.5 മണിക്കൂർ ട്രെയിനിങ്. ബേസ് ക്യാമ്പിൽ വെച്ച് ട്രെയിൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ സീനിയർ ഓഫീസേഴ്സൊക്കെ അദ്ദേഹത്തിനെ അനുകരിച്ച് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും വളരെ രസകരമായി ട്രെയിൻ ചെയ്യുമായിരുന്നു. ഈ നല്ല ഭക്ഷണവും നല്ല വെയിറ്റ് ട്രെയിനിങ് കൂടെ ആയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരം അങ്ങനെ നല്ല രീതിയിൽ നല്ല മസിൽ മാസ് കൂടി വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഗവൺമെൻറ്റിന് ചെറിയൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്. 3 മാസം കൂടുമ്പോൾ പുതിയ യൂണിഫോം വേണം. അപ്പോഴേക്കും ഈ യൂണിഫോമിൻ്റെ സൈസ് ഇദ്ദേഹത്തിൻ്റെ ബോഡി ഓവർ സൈസ്ഡായി, യൂണിഫോം അണ്ടർ സൈസ്ഡായി, ഇടാൻ പറ്റില്ല. അങ്ങനെ 3 മാസം കൂടുമ്പോൾ ഓരോ യൂണിഫോം പുതിയ സൈസിൽ അലോട്ട് ചെയ്യേണ്ട ഒരു ബാധ്യതയും കൂടി ആ മിലിറ്ററി യൂണിറ്റിന് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലുണ്ടായി. പക്ഷേ അവർക്കൊരു സന്തോഷമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ആ രാജ്യത്ത് അവരുടേതായ ഒരു ഓസ്ട്രിയൻ ചാമ്പ്യൻ ഉയർന്നു വരുന്നതിൽ എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു. ഉണ്ടാകുന്നൊരു പ്രശ്നമായിരുന്നില്ല. കാട്ടിൽ രാത്രി ഹോൾട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടെ ഹോൾട്ട് ചെയ്യുന്നോ അവിടെ ആദ്യം ഒരു ട്രെഞ്ച്, ആ ട്രെഞ്ചിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഈ ടാങ്കിൻ്റെ വീലുകളുടെ ഇടയിൽ നിൽക്കുന്നതായിരിക്കണം. എന്നിട്ട് രാത്രി ആകുമ്പോൾ ഈ ടാങ്ക് അതിൻ്റെ മേലെ നിർത്തും, അതിൻ്റെ അകത്ത് ആ ടാങ്കിൻ്റെ അടിയിൽ കൂടെ ഊർന്നകത്ത് കയറി ഈ ട്രെഞ്ചിൽ പോയി കിടക്കും. 2 കാര്യങ്ങളാണ്. ഒന്ന്, ശത്രുക്കൾ നേരിടുമ്പോൾ അവരിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രാക്ടീസ്. 2, ഈ കാട്ടിൻ്റെ അകത്തുള്ള വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് കാട്ടുപന്നികൾ അവിടെ ഒരുപാടുണ്ട്, അത് അറ്റാക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു രീതി. ഒരു ദിവസം ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ വാഹനം നിർത്തി തൊട്ടടുത്ത് തന്നെ അദ്ദേഹവും കൂടെയുള്ള ആൾക്കാരും കൂടി ട്രഞ്ചൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് വാഹനം ഓടിച്ച് ആ ട്രഞ്ചിൻ്റെ മുമ്പിൽ കയറ്റി നിർത്തി. ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു, ഭക്ഷണം കഴിഞ്ഞു, എല്ലാവരും ട്രഞ്ചിൻ്റെ അകത്തേക്ക് നൂന്ന് കയറി. കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്നൊരു ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി ഉണർന്നു. ആദ്യം അവർ വിചാരിച്ച് കാട്ടുപന്നികൾ വന്നു എന്നാണ്. ഇവിടെ ചാടി എണീക്കുമ്പോൾ തലയ്ക്ക് മേലെ ഒന്നും കാണാനില്ല, ടാങ്ക് പോയിരിക്കുന്നു. എല്ലാവരും വെപ്രാളപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു 30 മീറ്റർ അപ്പുറത്ത് ഒരു അരുവി ഒഴുകി പോകുന്നുണ്ട്. ആ അരുവിക്കകത്ത് ടാങ്കുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലുള്ള പീരങ്കിയൊക്കെ അതിൻ്റെ ചെളിയിലോട്ട് കുത്തി ഇറങ്ങി ഫ്രണ്ട് ഭാഗം അതിൻ്റെ അകത്ത് കിടക്കുന്ന രീതിയിൽ ടാങ്ക്. ആക്ച്വലി സംഭവിച്ചത് ഇദ്ദേഹം ടാങ്ക് നിർത്തിയപ്പോൾ അതിൻ്റെ പാർക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ മറന്നുപോയി. പാർക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇത്രയും വെയിറ്റ് ഉള്ളൊരു വാഹനം സ്റ്റഡി ആയിട്ട് നിർത്താൻ പറ്റില്ല, ഗിയറിന് മാത്രമായിട്ട് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് അതങ്ങ് പോയി. പക്ഷേ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കാരണം ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് അധികാരികളൊക്കെ ക്ഷമിച്ചു. വലിയ ടോയിങ് വെഹിക്കിൾസ് കൊണ്ടുവന്നു, ടാങ്കിന് അവിടെ നിന്ന് കയറ്റി അതിനെ റിപ്പയറിംഗ് ഷോപ്പിലേക്ക് മാറ്റി. പിന്നീട് ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ടാങ്ക് ഡ്രൈവറായിട്ട് അവിടെ ഉണ്ട്. അയാൾ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള ഒരു ടാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഡീസൽ പവേഡ് എഞ്ചിനാണ് ഇദ്ദേഹത്തിൻ്റെ ടാങ്ക്, പെട്രോൾ പവേഡ്. ഒരു ദിവസം ഇവർ തമ്മിൽ ഒരു വാക്ക് വർക്കും എന്നുവെച്ചാൽ വലിയ സീരിയസ് ആയിട്ടൊന്നുമല്ല. ആരുടെ ടാങ്കാണ് കൂടുതൽ സ്പീഡിൽ പോവുക, ആർക്കാണ് കൂടുതൽ വേഗതയിൽ ടാങ്ക് ഓടിക്കാൻ പറ്റുക എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ചെറിയൊരു തർക്കം. ഒരു ദിവസം അവർ ടാങ്ക് സ്റ്റാർട്ട് ചെയ്തു. കൂടുതൽ സ്പീഡിൽ ആരോടിക്കും. അപ്പോൾ ഇത് ഒരുപാട് സ്പീഡിൽ ഓടിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് വിസിബിലിറ്റിയൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് വളരെ മെല്ലെ സാധാരണ രീതിയിൽ ഓടിക്കാവൂ. എന്തായാലും ഹൈ സ്പീഡിൽ 2 ആൾ ഓടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റവനും മനസ്സിലായി ഇത് ഇത്രയും സ്പീഡിൽ ഓടിക്കുന്ന ഡേഞ്ചറസ് ആണെന്ന്. ഇദ്ദേഹം ഒരേ ഓടിക്കില്ല, കാരണം എവിടെയും ഒന്നാമതാവുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. അതിലൊരു വിട്ടുവീഴ്ചയില്ല. അല്പം കഴിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് ഈ ടാങ്കിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹുക്കുണ്ട്. ആ ഹുക്കിൽ ഒരു പട്ടാളക്കാരൻ തൂങ്ങിക്കിടക്കുന്നു. ആക്ച്വലി ഇവർ വരുന്ന വഴിക്ക് ഡ്യൂട്ടിയിലുള്ള ഒരാളാണ്, ഈ ടാങ്കിലെ സ്റ്റാഫല്ല. പക്ഷേ ടാങ്ക് പോകുന്ന വഴിക്ക് എങ്ങനെ അയാളുടെ ദേഹത്ത് തട്ടി അയാൾ ഒരുവിധം അത് തൊഴിഞ്ഞ് മാറിയപ്പോൾ ആ ഹുക്കിൽ അയാളുടെ യൂണിഫോം മുടക്കി. അങ്ങനെ അവിടെ തൂങ്ങിക്കിടക്കുകയാണ്. അതോടെ ഇദ്ദേഹം ടാങ്ക് നിർത്തി. നോക്കുമ്പോൾ അതുകൂടാതെ വരുന്ന വഴിക്ക് ഒരു 3-4 ആൾക്കാർക്ക് ഇതേ രീതിയിൽ ചെറിയ പരിക്കുകളും അപകടങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും സീരിയസ് അല്ല, അതും വലിയ ഇഷ്യൂ ആയില്ല. 3-ാമത്തെ ഒരു ഇൻസിഡൻറ്റ് അത് ഇത്തിരി സീരിയസ് ആയിരുന്നു. അത് ഒരു ദിവസം ഈ ടാങ്ക് ഷെഡിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. ആദ്യം റിവേഴ്സ് എടുത്ത് പുറത്തേക്ക് എടുക്കണം, പിന്നെ മുന്നോട്ട് പോകണം.
അപ്പോൾ എന്തോ ഒരു ചെറിയൊരു വൈബ്രേഷൻ പോലെ തോന്നി. അത് സാധാരണഗതിയിൽ ഇതൊക്കെ റിവേഴ്സ് എടുക്കണമെങ്കിൽ പുറകിൽ വാച്ചിങ്ങിന് ആൾ വേണം, കാരണം ഇതിന് വിസിബിലിറ്റി ഇല്ല, സൈഡ് മിററൊന്നുമില്ല. എന്തായാലും വൈബ്രേഷൻ തോന്നിയപ്പോൾ അദ്ദേഹത്തിനോട് ഒന്ന് എക്സലേറ്റർ കൊടുത്തു. ടാങ്ക് നീങ്ങി, ഒപ്പം അത് നിന്ന് ഷെഡിനെയും തകർത്തുകൊണ്ടാണ് നീങ്ങിയത്. കാരണം ആ വൈബ്രേഷൻ തോന്നിയത് ആ ഷെഡിൻ്റെ ചുമരിൽ തട്ടി നിൽക്കുകയായിരുന്നു ടാങ്ക്. ഒന്നുകൂടെ എക്സലേറ്റർ കൊടുത്തു, ടാങ്ക് മുന്നോട്ട് നീങ്ങി, ചുമര് തകർന്നു, ഒപ്പം അതിൽ കൂടെ പോയിരുന്ന പൈപ്പ് ലൈന് തകർന്നു. അവിടെ മുഴുവൻ വെള്ളപ്രളയം, ആകെ പ്രശ്നം. അപ്പോഴേക്കും കമാൻഡിങ് ഓഫീസർ വന്നു. അപ്പോൾ കമാൻഡിങ് ഓഫീസർ അച്ഛൻ്റെ ഫ്രണ്ടാണ്, എല്ലാം വളരെ കൂളായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. എന്തായാലും ഈ ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹം ക്ഷമിച്ചില്ല. അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ ഇറങ്ങുന്ന സമയമാകുമ്പോഴേക്കും ഇത് മുഴുവൻ ക്ലിയർ ചെയ്തിരിക്കണം. അതിപ്പോൾ ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്തതെന്ന് എനിക്കറിയണ്ട. മിലിറ്ററിയാണ്, കമാൻഡർ പറഞ്ഞാൽ ചെയ്തേ പറ്റൂ. ആ സമയത്ത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാവരും ഒത്തുകൂടി അവർ തന്നെ സിമെൻ്റ് കുഴച്ചു, കല്ലൊക്കെ വെച്ച് മറ്റേ ചുമര് പുനർനിർമ്മിച്ചു. ഒപ്പം എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് ആൾക്കാർ വന്നു, പൈപ്പ് ലൈനൊക്കെ ശരിയാക്കി, പ്ലംബിങ്ങിൻ്റെ പ്രശ്നമൊക്കെ തീർത്തു. അങ്ങനെ ഉച്ചയാകുമ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും തീർത്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ലെറ്റർ വന്നു. അത് ജർമ്മനിയിലെ മ്യൂണിക്കിലുള്ള ഒരു ജിംനേഷ്യത്തിൽ നിന്നാണ്. അവിടെ ചീഫ് ഇൻസ്ട്രക്ടറായിട്ട് അദ്ദേഹത്തെ നിയമിക്കാൻ തയ്യാറാണ്, താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. ഏറ്റവും വലിയ താല്പര്യം. കാരണം ഒരു ജിംനേഷ്യത്തിൽ ചീഫ് ഇൻസ്ട്രക്ടർ ആവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് മെച്ചങ്ങളുണ്ട്. ആ ജിംനേഷ്യത്തിൽ അത് ഇദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള പോലെയല്ല, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡേൺ ട്രെയിനിങ് മെഷീൻസ് ഉള്ള ജിംനേഷ്യമാണ്. അവിടെ പോയാൽ കുറച്ചുകൂടി നന്നായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാം, ഒപ്പം കുറേ കൂടി നല്ല വരുമാനം കിട്ടും. അത്തരം പല മെച്ചങ്ങളുണ്ട്. പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഇവിടെ ഒന്നും വിടാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഈ മിലിറ്ററി ട്രെയിനിങ്ങിൻ്റെ കാലാവധി 9 മാസമാണ്. അത് കഴിഞ്ഞാൽ ഒരാളെ റിലീവ് ചെയ്യും. പക്ഷേ ടാങ്ക് ഡ്രൈവേഴ്സിൻ്റെ കാര്യത്തിൽ 3 വർഷമാണ് അവരുടെ കാലാവധി. കാരണം അവർക്ക് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കുകയാണല്ലോ. ഡ്രൈവിംഗ് പരിശീലനത്തിനായിട്ട് ഒരുപാട് പൈസ ഗവൺമെൻറ് ചിലവാക്കുന്നുണ്ട്. അതുകൊണ്ട് 3 വർഷത്തിൽ കുറഞ്ഞ ഒരു കാലയളവിൽ പുറത്തേക്ക് വിടണമെങ്കിൽ ഉന്നതങ്ങളിൽ നിന്നുള്ള സ്പെഷ്യൽ ഓർഡർ വേണം. അങ്ങനെ അദ്ദേഹം ഒരു ആപ്ലിക്കേഷൻ വെച്ചു. ആ ആപ്ലിക്കേഷനിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പത്രവാർത്തകൾ അതൊക്കെ അവരല്ലാണ്ട് തന്നെ വായിക്കുന്നുണ്ട്. എന്നാൽ എല്ലാത്തിൻ്റെയും കോപ്പി, ഒപ്പം ഈ വന്ന ഓഫർ ലെറ്ററിൻ്റെ കോപ്പി, ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ കണ്ട കമാൻഡിങ് ഓഫീസർ അദ്ദേഹത്തെ വിളിപ്പിച്ചു. താൻ വളരെ ആഗ്രഹിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്? അതെ സർ. എന്നിട്ടെന്താ ഇത്ര പെട്ടെന്ന് പോകണമെന്ന് 3 കൊല്ലം ആവാണ്ട് വിടില്ല എന്നറിയില്ലേ? അറിയാം സർ, പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ ഓഫറുണ്ട്. മാത്രമല്ല എൻ്റെ ഭാവിക്ക്, അതായത് കൂടുതൽ നന്നായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് ഭാവിയിൽ ഒരു വലിയ ചാമ്പ്യൻ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനിതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. പക്ഷേ അവിടുന്ന് സമ്മതിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദയവ് ചെയ്ത് വേണ്ടത് ചെയ്തു തരണം. എന്തായാലും ആ ഓഫീസർ അത് വളരെ കമ്പാഷനേറ്റ് ആയിട്ട് പരിഗണിച്ചു. അദ്ദേഹത്തിന് സ്പെഷ്യൽ ഓർഡർ കൊടുത്തു. മിലിറ്ററി ക്യാമ്പിൽ നിന്ന് അങ്ങനെ വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഒരു ടാങ്ക് ഡ്രൈവർ വരെ ആയതിനു ശേഷം അദ്ദേഹത്തെ റിലീവ് ചെയ്തു.